إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 137 138 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ച ഒരു കൂട്ടർ, സുമ്മ പിന്നെ കഫറു, അവർ അവിശ്വാസികളായി മാറി, സുമ്മ പിന്നെ ആമനു, പിന്നീട് അവർ വീണ്ടും വിശ്വാസം ഉൾക്കൊണ്ടു, സുമ്മ കഫറു, പിന്നീട് അവർ വിശ്വസിച്ചു, സുമ്മ പിന്നെ ഇസ്ദാദു കുഫ്റൻ, അവർക്ക് ആ കുഫർ വർദ്ധിക്കുകയും ചെയ്തു. ലം യകുനില്ലാഹ്, അല്ലാഹു ആകുകയില്ല, ലിയഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കുന്നവനാകില്ല, വലാ ലിയഹ്ദിയഹും സബീല, അവർക്ക് മാർഗം കാണിക്കുന്നവനുമാകില്ല, നേരായ മാർഗത്തിലേക്ക് ചേർക്കുന്നവനുമാകില്ല എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണല്ലോ ഈ വിശദീകരിക്കുന്നത്? മുനാഫിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ വിശ്വാസികളാണെന്ന് പ്രഖ്യാപിക്കും, എന്നിട്ട് അവിശ്വാസികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിശ്വാസം പ്രഖ്യാപിക്കും, പിന്നീട് മുഅ്മിനീങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കും. അങ്ങനെ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെ ഇടയിലും കറങ്ങി നിൽക്കുന്നവരെ കുറിച്ചാണ് ആ പറയുന്നത്. യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ചല്ല ആ പറയുന്നത്. ഇത് മുനാഫിക്കളുടെ ഒരവസ്ഥയാണ്. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിലുള്ളവർക്കല്ല പുറത്തു കൊടുക്കുകയോ നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയോ ചെയ്യില്ലെന്നാണല്ലോ വിശദീകരിക്കുന്നത്. ബശ്ശിരിൽ മുനാഫിക്കീന, നോക്കൂ നിങ്ങൾ, ആ മുനാഫിക്കുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്. നിശ്ചയമായും അവർ കൊണ്ടെന്ന് അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ. ഈ വേദനാജനകമായ ശിക്ഷ ഒരു സന്തോഷ വാർത്തയാണ് അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവഗണിക്കുകയാണ്. അവഗണിച്ചുകൊണ്ടാണത് പറയുന്നത്. അവർക്കൊരിക്കലും ഒരു സന്തോഷ വാർത്തക്ക് അർഹതയില്ല. അത്രയും ധ്വന്യവാസങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. മുനാഫിക്കുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത നബിയെ താങ്കൾ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ കളിച്ചുകൊണ്ടൊരു തരം പരിഹാസ്യമാക്കുകയാണ് ദീനിനെ. അവർക്കുള്ള കടുത്ത തക്കീതാണ് മുനാഫിക്കുകൾക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.